സ്വർണ്ണവില കിളിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ. റഫീഖേട്ടനൊരു പാട്ട് എനിക്ക് എഴുതി തന്നതുപോലെ, കാറ്റുമൂളും പാട്ടിലേതോ സ്വരങ്ങളെ മുഖമീ മുളങ്കുഴൽ അറിവത് പോലെ എന്നുള്ളൊരു വരിയുണ്ട്. അതായത് എവിടെയോ കാറ്റുമൂളുന്ന പാട്ടിലെ കുറച്ച് സ്വരങ്ങളെ മുളന്തണ്ട് പറയണം, എനിക്കറിയാലോ ഇതെന്ന്. അങ്ങനത്തെ ബന്ധമുണ്ട്. ഏലും ഇത് സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ സ്കൈയാണ് ലിമിറ്റ് എന്ന് ഉള്ള അവസ്ഥയിലേക്കാണ് AI വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീനിയേട്ടൻ അത് കാണാൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ സീൻ കണ്ടപ്പോൾ അദ്ദേഹം കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. സോ അത് വർക്കാതെ ഞാൻ അപ്പം തന്നെ അഫ്സലിനെ വിളിച്ച് പറഞ്ഞു, ദിസ് വർക്ക്, ഇത് നല്ല രസമായിരുന്നു, ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അഫ്സലെ. ശാന്തമായ തടാകങ്ങളിൽ. ഈ സ്ട്രിങ്ങിൻ്റെ, എനിക്ക് വയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തോന്നിയത്, എനിക്ക് വിജയേട്ടൻ എപ്പോഴും ഒന്നുകിൽ ഫ്ലൂട്ട് അല്ലെങ്കിൽ വയലിൻ, എപ്പോഴും പാട്ടുകളിൽ ഇതിൻ്റെ മഴനിലയൊക്കെ എടുത്ത് നോക്കിയാൽ, കണ്ണിലെ പൊയ്കൽ നോക്കിയാൽ, ഇടുക്കി നോക്കിയാലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ഫ്ലൂട്ടാണ്. ഫ്ലൂട്ടിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊന്നും ഇല്ലയെന്ന് എൻ്റെ മണ്ടത്തരമായിരിക്കും, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫ്ലൂട്ടാണോ വയലിനാണോ ചേട്ടന് കൂടുതൽ ഇഷ്ടം? രണ്ടും പ്ലേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് പാട്ടിനകത്ത്. അല്ല, അങ്ങനെ ഇഷ്ടം എന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മളൊക്കെ എത്തേണ്ടതുണ്ട്. പക്ഷെ ഞാൻ സ്വാഭാവികമായും ഇത്തരം ഒരു മേഖലയിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്ക് എൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടിക്കലിയാണ് അതൊക്കെ നോക്കുന്നത്. പിന്നെ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് എനിക്കിഷ്ടമാണ്, ഫ്ലൂട്ടായാലും വയലിനായാലും. ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാം വയലിന് അതിനെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ പാട്ടുമായിട്ട് കുറച്ചുകൂടി സാമ്യമുണ്ട്. സാരംഗി, വയലിനോ ബോർഡ് ഇൻസ്ട്രുമെൻസിനൊക്കെ അത്തരം ഇതുണ്ട്. അതിനകത്ത് ഇടയ്ക്ക് ബ്രേക്കുകളില്ല. അതിൻ്റെ കുറച്ച് താഴെയാണ് ആ കോൺസെപ്റ്റിൽ ഫ്ലൂട്ട്. പക്ഷേ ഫ്ലൂട്ടിന് മറ്റ് രീതിയിലുള്ള ഈ പ്രകൃതിയുമായി കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ടെക്സ്ചർ അതിനുണ്ട്. കാരണം റഫീഖേട്ടനൊരു പാട്ട് എനിക്ക് എഴുതി തന്നതുപോലെ, കാറ്റുമൂളും പാട്ടിലേതോ സ്വരങ്ങളെ മുഖമീ മുളങ്കുഴൽ അറിവത് പോലെ എന്നുള്ളൊരു വരിയുണ്ട്. അതായത് എവിടെയോ കാറ്റുമൂളുന്ന പാട്ടിലെ കുറച്ച് സ്വരങ്ങളെ മുളന്തണ്ട് പറയണം, എനിക്കറിയാലോ ഇതെന്ന്. അങ്ങനത്തെ ബന്ധമുണ്ട് പ്രകൃതിയുമായിട്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ആ ഓർഗാനിക് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ പ്രത്യേകത. നമ്മൾ ഇടുക്കി പാട്ടിൽ ഇത് പറയാതെ വിജിപാലുമായിട്ട് ഒരു ഇൻ്റർവ്യൂ പോസിബിൾ ആയിരുന്നു. പാട്ടും മ്യൂസിക്കും വിഷ്വലും എല്ലാം ഈ പെർഫെക്റ്റ് സിങ്കായിട്ട് വന്ന അപൂർവം പാട്ടുകളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സിനിമയിലേക്ക് പെട്ടെന്ന്, ഞാൻ തിയേറ്ററിൽ കണ്ടതാണ് വയസ്സിൻ്റെ പ്രതികാരം. അന്നത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഇല്ലെങ്കിൽ പോലും പിന്നീട് ആലോചിക്കുമ്പോൾ പോലും അത്രയും ലേസി ആയിട്ടുള്ള ഒരു വ്യൂവറായിരുന്നു എന്നെ പോലും സിനിമയിലേക്ക് കൊണ്ടുപോകാൻ ആ പാട്ടിന് എളുപ്പത്തിൽ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത്, നറു ചിരി കൊണ്ട് പുതച്ചിട്ട് മിഴിനീരും തുടച്ചിട്ട് കനവിൻ കൈ നട്ടുതരും നാട് എന്ന്. അതായത് ഇടുക്കി എപ്പോഴും ഈ ക്ലൈമറ്റ് ഇഷ്യൂസ്, ലാൻഡ് സ്ലൈഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ജോഗ്രഫി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പാട്ടിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാട്ടിൻ്റെ ഇടയ്ക്ക് കണ്ടക്ടർ ബെല്ലടിക്കുന്ന 2 മണിയുടെ സൗണ്ട് പോലും പാട്ടിനൊപ്പം സിങ്കാണ്. ഈ ഇടുക്കി പാട്ടാണ് ബിജിപാലിൻ്റെ ഐഡന്റിറ്റി ആയത്, അല്ലെങ്കിൽ ബിജിപാലിനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആൾക്കാർ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇടുക്കിയിൽ നിന്നാണെന്ന് ചേട്ടൻ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും. ഐഡന്റിറ്റി എന്ന് എനിക്ക് സ്വയം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ പാട്ട് തിരികെ ഞാൻ വരുമെന്നുള്ള ആ സമയം ശരിക്കും പറഞ്ഞാൽ ഇതിന് ജനറേഷൻ്റെ ചില ഗ്യാപ്പുകളിനത് ഉണ്ട്. ശരിക്കും ഞാൻ ഇപ്പോൾ 17 കൊല്ലം എന്ന് തോന്നുന്നു വന്നിട്ട്, 2007 അപ്പോൾ അത്രയും അല്ലേ? അല്ല, ക്ലാസ്മേറ്റ്സ് ട്രെയിലറാണ്. ഈ അറബിക്കഥ 2007 അപ്പോൾ ഏകദേശം 16-17 കൊല്ലമായി. അപ്പോൾ അതിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ രംഗത്ത് വന്നു. ഇപ്പോൾ അറബിക്കഥ ഇതിനു മുമ്പത്തെ തലമുറയാണ് കൂടുതൽ കേട്ടതെന്ന് വേണമെങ്കിൽ പറയാം. ഇടുക്കി സോഷ്യൽ മീഡിയ ഒക്കെ ശക്തമായിട്ട് വന്നതിന് ശേഷമുള്ള യുവതലമുറ ഏറ്റെടുത്തൊരു സിനിമയാണ്. അപ്പോൾ അതിന് കൂടുതൽ അതിലേക്ക് എനിക്ക് കണക്റ്റ് ആവാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഫോർച്യൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ
വേറുതരം പാട്ടുകളിലോ അല്ലെങ്കിൽ മെലോഡിയസ് ലൈറ്റ് സോങ്സിലേക്കൊക്കെ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനിപ്പുറത്തേക്കൊരു സർവൈവൽ ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ ഒരുപക്ഷെ ആ സിനിമയൊക്കെ അതിന് സഹായിച്ചു സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെയുള്ളൂ. ഐഡൻറ്റിറ്റി എന്ന് സെൽഫ് ഒരു അനാലിസിസിൽ ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും സെർച്ച് എഞ്ചിനുകളിൽ ഐഡൻറ്റിറ്റി കൊടുത്തത് അതായിരിക്കും. ഞാൻ സുധീവേട്ടൻ്റെ ഇൻ്റർവ്യൂ ഇതിൻ്റെ കഴിഞ്ഞ സീസണിൽ 1 കൊല്ലത്തിന് മുകളിലായി എടുക്കുന്ന സമയത്ത് വിജയേട്ടൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ചാരുലത ബാല ഒക്കെ നടന്നത് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇത് ബിജിബാലിൻ്റെതാണ് ചാരുലതയും ബാലയും എന്ന രീതിയിൽ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ട് പോലും ഉണ്ട്. ഈ 2 വർക്കുമായിട്ടുള്ള ചേട്ടൻ്റെ അടുപ്പം എങ്ങനെയാണ്? അത് സത്യം പറഞ്ഞാൽ ശ്രുതിയുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ അനിയൻ വഴി തന്നെയാണ്. അനിയൻ്റെ ഫ്രണ്ടാണ് ശ്രുതി. അപ്പം നമുക്കന്ന് ഈ ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അത്ര വലിയൊരു പ്രൊഡക്ഷൻ ഒന്നുമല്ല. അതൊരു ചെറിയ നമുക്ക് കിട്ടുന്ന പൈസയിൽ കുറേ ഭാഗം അങ്ങനെ ചിലവഴിച്ച് ഒരു ദാരിദ്ര്യ പരിപാടി തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ശ്രുതി അങ്ങനെ വന്നു എന്നോട്, അനിയൻ പറഞ്ഞിട്ട് വരികയും സുദീപും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട്, ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു വർക്കാണ്, സോ വിജയേട്ടൻ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ക്ലാസിക്കൽ ഡാൻസാണ്, ക്ലാസിക്കൽ മ്യൂസിക്കാണ്, അത്ര വലിയ തുകയൊന്നുമല്ല നമുക്കന്ന് പറഞ്ഞു. പക്ഷെ ഞാനന്ന് കൊടുക്കാമെന്ന് ഏറ്റ തുക വെച്ച് ഞാനൊരു 5 പാട്ടുകൾ എടുക്കുമായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാനൊക്കെ ഇത് വെച്ച് 5 പാട്ടുകൾ ചെയ്തേക്കും, അങ്ങനെ ഒരു തുകയാണ്. പക്ഷെ അത് അവർക്ക് സന്തോഷമായി. അത് കാരണം ഈ പൈസയുടെ അല്ല, അവരുടെ അധ്വാനമാണ്. ഈ 2 വർക്കുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് അധ്വാനം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ അധ്വാനം. ശ്രുതിയുടെ സുദീപിൻ്റെ അത് അറ്റത്ത് എത്തിക്കുക എന്ന് പറയുന്ന ആ വീഡിയോ കണ്ടാൽ അറിയാം അത് എങ്ങനെ അവർക്ക് എത്തിച്ചു. അതും പരിപൂർണമായും സൗന്ദര്യത്തോടെ തന്നെ അവർ അറ്റത്ത് എത്തിക്കുന്നു. അത് അതിനുള്ള അക്ലെയിം കിട്ടുന്നു എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ നമ്മളുടെ ചാനലിൽ വന്നതുകൊണ്ട് ഇത് എൻ്റേതാണ്. അപ്പം ഞാൻ തന്നെ പല വേദികളിലും പറയും സുദീപ് വയനാടാണ് ചെയ്തത്. സുദീപ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്, യങ് മ്യൂസീഷ്യനാണ്, സുദീപാണ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ പറയും. പക്ഷെ ആളുകൾ അങ്ങനെയാണല്ലോ. ചേട്ടൻ്റെ പേജിൽ തന്നെ ഈ AI ജനറേറ്റഡ് ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അത് എന്താണെന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ AIയുടെ ഇൻഫ്ലുവൻസ് മൊത്തത്തിലുള്ള നമ്മുടെ മ്യൂസിക്കൽ സ്ട്രക്ചറിനെ വളരെ താമസിയാതെ പൊളിച്ചെഴുതുന്നൊരു വിഷണറി ആയിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ ചേട്ടനാ വിഷയത്തിൽ? പൊളിച്ചെഴുതല്ല, കൂടുതൽ സാധ്യതകൾ അതിൽ ഉണ്ടാകേണ്ട സാധ്യതകൾ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും. അതിപ്പോൾ ടെക്നോളജി മാറിയല്ലോ. പണ്ട് ഇപ്പോൾ ഒരു മുറിയിലിരുന്ന് നമ്മൾ ഇന്ന് പഴയ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്ന ഒരു മുറിയിൽ പാട്ടുകാർ ഓർക്കസ്ട്ര പ്ലേയേഴ്സ് ഇരുന്ന് 2 മൈക്കിൽ പാടുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനുശേഷം പല ക്യാബിൻസിൽ ഇരുന്നിട്ട് സെപ്പറേറ്റ് ട്രാക്ക് 8 ട്രാക്കുകളിൽ ആലേഖനം ചെയ്ത പാട്ടുകൾ, പിന്നീട് ഇപ്പോൾ ട്രാക്ക് മറ്റൊരാൾ പാടിയിട്ട് ഒറിജിനൽ സിംഗറും പിന്നെ വന്ന് പാടുന്ന പാട്ടുകൾ, ഇത് ഒക്കെ നമ്മൾ കേൾക്കുന്നു. അതിനുശേഷം കമ്പ്യൂട്ടർ വരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് കുറ്റം പറഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ ടോണല്ല, തബലയുടെ ടോണൊക്കെ അനലോഗ് മൈക്രോ ഇതിൽ ടേപ്പിൽ ഇത് ചെയ്ത ക്വാളിറ്റി ഇല്ല തബലയ്ക്ക്, ഇപ്പോഴും വാദിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ മാറി എന്ന് പറഞ്ഞാൽ അതിന് വേറെ തരത്തിലുള്ള അപരിമേയമായ സ്വാതന്ത്ര്യം വരുന്നു, സാധ്യതകൾ വരുന്നു. അതിനിപ്പുറത്തേക്ക് ഇതേപോലെ ഇത് കമ്പ്യൂട്ടർ വന്നതിന് ശേഷം തന്നെ എത്രയോ പരിപാടികൾ അതിൽ തന്നെ വരുന്നു. അൺലിമിറ്റഡ് ട്രാക്സ്, അത് വേണ്ട പോലെ ഉപയോഗിക്കുന്നവർ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സാധ്യത കൂടുന്നവർ നമ്മൾ ഓവർ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്ന സാധ്യത വരുമല്ലോ, നമ്മൾ ഒരു ടെൻഡൻസി വരുമല്ലോ, അത് യൂസ് ചെയ്യുന്നവരുണ്ട്, ബഹളമയമാക്കുന്ന പരിപാടികളുണ്ട്. അപ്പം അതിനെ എങ്ങനെ എന്ത് ചെയ്യാതിരിക്കാമെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഏലും ഇതേ സാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ സ്കൈ ആണ് ലിമിറ്റ് എന്ന് ഉള്ള അവസ്ഥയിലേക്കാണ് AI വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ ലിമിറ്റ് നമുക്ക് എങ്ങനെ നിർവചിക്കുക എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു സാധ്യത വരുന്നത്. കാരണം എല്ലാവരും ചെയ്യാൻ പോകണല്ലോ, അതിൽ നമ്മളെങ്ങനെ മാറി ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ കുറേ എഫേർട്ടിന് ശേഷം ആ ഡ്രീമിൽ എത്തുന്നു.
ആഫ്റ്റർ ദാറ്റ് ആ ഡ്രീം നമ്മുടെ റൊട്ടീനും ഒരു എക്സസൈസും പോലെ ആയിട്ട് ചേഞ്ച് ആകുന്ന ഒരു സ്റ്റേജ് വരുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ആദ്യം ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് അതുപോലെ നിലനിൽക്കുമോ, അതോ നമ്മളത് റൊട്ടീനായി മാറുമ്പോൾ എക്സൈറ്റ്മെൻറ്റിന് ചേഞ്ച് വരുമോ? ചേട്ടൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതെങ്ങനെയാണ്? എനിക്ക് ഡ്രീമുകൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഡ്രീമുകളേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ സിനിമയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സിനിമ എന്ന് പറയുന്നത് എൻ്റെ വിദൂര സ്വപ്നങ്ങളെ പോലും ഉണ്ടായിരുന്നു. സിനിമ പാട്ടുകൾ കേൾക്കും, നിരന്തരം പാട്ടുകൾ കേൾക്കും. ഒരുപക്ഷെ ഒരു ഡയറക്ടറി പോലെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഏത് പാട്ട്, ഇന്ന സംഗീത സംവിധായകൻ, ഇന്ന എഴുത്തുകാരൻ, ഇന്ന സിനിമ, ഇന്ന സംവിധായകൻ, ഇന്ന നടന്മാർ, ഇയർ, ഒരു പരിധിവരെ ഇയറും അടക്കം ഒക്കെ ഞങ്ങൾ എൻ്റെ ബ്രദറും ഒക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഡയറക്ടറി പോലെയാണ്. ഇപ്പം ആര് ചോദിച്ചാലും സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരം പറയുന്ന അങ്ങനെ കെൽപ്പുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ സിനിമയിൽ ചെയ്യുക എന്ന് പറയുന്നത്, പാട്ടുകളന്ന് ചെയ്യുമായിരുന്നു, ലൈറ്റ് മ്യൂസിക്. പക്ഷെ നമുക്ക് ഉള്ള ബന്ധങ്ങൾ അത്ര പരിമിതമായിരുന്നു. നമ്മളുടെ പ്രൊഫൈലും നമ്മളുടെ റിലേഷനൊക്കെ അത്ര ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വപ്നം എന്ന് പറയുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. ആകസ്മികമായിട്ട് ശ്രീ ലാൽ ജോസ്, അദ്ദേഹത്തിൻ്റെയും എൻ്റെയും വളരെ അടുത്ത സുഹൃത്ത് രാജശേഖർ വഴി ഞങ്ങൾ ബന്ധപ്പെടുകയും അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ അദ്ദേഹം എന്നോട് ചെയ്യാൻ പറയും. ലാൽ ജോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അദ്ദേഹം ഇങ്ങനെ പെട്ടെന്നൊരു ആളെ കണ്ട് അത് കേട്ട് ഇമ്പ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ഈസിൻ പെട്ടെന്ന് സെറ്റാവണം. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അടുപ്പം പെട്ടെന്ന് സെറ്റാവണം. അടുത്ത ചോദ്യം, നീ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടെന്ന് പറയുന്നത്, ഞാനൊരു സിറ്റുവേഷൻ തരാം, ഒരു പാട്ട് ചെയ്ത് കാണിക്കാം, അത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ അപ്പം അങ്ങനെ പലരും പറയാറുണ്ടല്ലോ. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സിറ്റുവേഷനാണ് തന്നത്. അദ്ദേഹത്തിന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ക്ലാസ്മേറ്റ്സ് അപ്പോഴത്തേക്കും അദ്ദേഹം അലക്സ് അദ്ദേഹം ചെയ്തു കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഇത് ട്രെയിലർ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പോൾ അതേപോലെ ഇത് വിജയിക്കുകയാണെങ്കിൽ നീ അടുത്ത പടം തന്നെയായിരിക്കും എന്നാ പറയുന്നത്. ക്ലാസ്മേറ്റ്സ് ഭാഗ്യവശാൽ വിജയമായി, അടുത്ത സിനിമ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ അദ്ദേഹത്തിനൊരു ഇത്. അങ്ങനെയൊക്കെ ആൾക്കാർ നമുക്ക് പേടിയാവും ഇങ്ങനെ ആവാമോ എന്ന്. പക്ഷെ ചിലപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിലോ ഡിസിഷൻ എന്നൊക്കെ നമ്മൾ ഓർക്കും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ. പക്ഷെ അദ്ദേഹം ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ അറിയുന്നവർക്കേ അത് പറ്റുള്ളൂ. ഈ മ്യൂസിക്കിനെയോ സംഗീതത്തെയോ അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യം, അറിയാത്തതെന്ന് പറഞ്ഞാൽ തീരെ അറിയാത്തതല്ല, അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ, അത് കുറച്ചൊക്കെ അറിയാവുന്ന ഒരാളോടുള്ള ഒരു അപ്രോച്ച്, ബഹുമാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തെ പോലെ മറ്റു പലരും ഉണ്ട്. ഇപ്പോൾ അന്ന് വർക്ക് ചെയ്തിരുന്ന സംവിധായകർ, ഈവൻ ഇപ്പോൾ ഈ ദിലീഷ് ആഷിഖ് ആണെങ്കിലും അങ്ങനെ കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, കമൽ സാറ്, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ നമ്മളുടെ ചിന്ത എന്താണെന്ന് അറിയാൻ കൗതുകത്തോടെ ഒപ്റ്റിമിസ്റ്റിക്കായി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ചേട്ടൻ്റെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത പാട്ടുകളിലൊന്ന് ആർട്ടിസ്റ്റ് സിനിമയിലെ ഇളവയിൽ മലരുകളാൽ എന്ന് പറയുന്ന പാട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പുലരിയിൽ അച്ഛൻ്റെ എന്ന് പറഞ്ഞൊരു പാട്ട് കണ്ണു കാണാത്തൊരു കുഞ്ഞിനെ കൊണ്ടാണ് ചേട്ടൻ പാടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയോ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിനിടയിൽ കാഴ്ച നഷ്ടപ്പെട്ടു വന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും ചേട്ടൻ പാട്ടുണ്ടാക്കി. വളരെ പ്ലസന്റ് ഹാപ്പി മ്യൂസിക്കാണ്. ഇപ്പുറത്ത് പുലരിയിൽ അച്ഛൻ്റെ നമുക്ക് ആ വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ല, കുഞ്ഞ് പാടുന്ന വീഡിയോ. അപ്പോൾ ഈ കാഴ്ചയില്ലാത്ത മനുഷ്യരുടെ ലോകം പെർസീവ് ചെയ്യണമല്ലോ നമ്മൾ, അവരെ കൂടെ ഒന്ന് ഉള്ളിലേക്ക് എടുത്തിട്ടാണല്ലോ അവസരം ചേട്ടൻ ആ കുട്ടിക്ക് കൊടുത്തത്. ഈ 2 പാട്ടുകളും മറ്റേതെല്ലാം ആർട്ടിസ്റ്റിന് കാഴ്ച പോവുകയാണ്. ഇത് രണ്ടും ചേട്ടനുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു, ഈ 2 ഈവൻസ് ആൻഡ് ഈ 2 മ്യൂസിക്കും? അത് നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ഇപ്പോൾ നമുക്കതിനെ കാണാനുള്ളൊരു എന്താ പറയുക തടസ്സം എന്നുള്ളതിനേക്കാൾ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ് അഫ്സൽ യൂസഫ്. അഫ്സൽ ഞാൻ അവൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരിക്കാറുണ്ട്, വർക്കുകൾ ചെയ്യാറുണ്ട്. എൻ്റെ ആ സമയത്ത് പല വർക്കുകളും അഫ്സൽ കീബോർഡ് പ്ലേ ചെയ്യുമായിരുന്നു. അഫ്സലാണ് കീബോർഡ് വായിച്ചത്. ഞങ്ങൾ രാവും പകലും ഇരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം, അഫ്സലിൻ്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം, അഫ്സലിൻ്റെ മ്യൂസിക്കാലിറ്റി എനിക്കറിയാം. എന്തുമാത്രം ഷാർപ്പാണ് അഫ്സൽ,
തോട്ടിൽ, കോൺസെൻട്രേഷനിൽ ഒക്കെ എന്തുമാത്രം ഷാർപ്പാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒബ്സർവ് ചെയ്ത പരിചയം എനിക്കുണ്ട്. ഈവൻ സിനിമകളിൽ പോലും എത്രയോ പാട്ടുകൾ അഫ്സൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചോര വീണ മണ്ണിൽ പോലുള്ള പാട്ടുകൾക്ക് അഫ്സൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തു. പാസഞ്ചറിൽ ഒരു സീൻ അഫ്സൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അഫ്സൽ എന്നോട് പറഞ്ഞു, എടോ എനിക്കൊരു സീൻ തന്നാൽ കൊള്ളാം. പലരും പറയാം നമുക്കത് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഫ്സൽ ഒരു സിനിമ പാട്ട് മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അഫ്സലിന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാറ്റി അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊന്ന് ചെയ്തു നോക്കണം, ഒന്ന് സെറ്റാക്കാമോ? പിന്നെ എന്താ ചെയ്യാമല്ലോ. അതിനകത്ത് ഓൾമോസ്റ്റ് ക്ലൈമാക്സിലുള്ള വളരെ ഇമോഷണൽ ഇതായിട്ടുള്ളൊരു സീനിൽ ഞാനത് കറക്റ്റ് ഡയലോഗ് സിങ്ക് ചെയ്ത് തീം ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി അഫ്സലാണ് ആ ഭാഗം മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ ശ്രീനിയേട്ടൻ അത് കാണാൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ സീൻ കണ്ടപ്പോൾ അദ്ദേഹം കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. സോ അത് വർക്കപ്പോൾ ഞാൻ അപ്പം തന്നെ അഫ്സലിനെ വിളിച്ച് പറഞ്ഞു, ദിസ് വർക്ക്, ഇത് നല്ല രസമായിരുന്നു, ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അഫ്സലെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സമ്പർക്കമൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അത് പിന്നെ ഇത്തരം പറഞ്ഞ പോലെ അത്രയും എബിലിറ്റി ഉള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരു ഇതുണ്ടാവും, ഇല്ലെന്നല്ല, പക്ഷെ അതിനെ എക്സൈറ്റ്മെന്റ് കൊണ്ട് മറികടക്കാൻ ആണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 1-2 വരി? എനിക്ക് പ്രത്യേകിച്ച് സജഷനൊന്നുമില്ല, ഏത് പാടിയാലും സന്തോഷം. ഇപ്പോൾ തോന്നുന്ന പാട്ട് ഞാൻ പറഞ്ഞു, നേരത്തെ മൂളിയ പാട്ട് തന്നെയാണ്. പൊൻവേണുവിൽ പാട്ടു തേടും പൂന്തെന്നലിൻ പ്രണയമുണ്ടോ, രാത്രിയിൽ രാഗേന്ദു പൂനിലാചായത്തിൽ എഴുതിയിടുമൊരു ചാരു ചിത്രമുണ്ടോ, വേരറ്റു പോകാതെ പ്രാണനെ കാക്കുന്ന സ്വച്ഛമാം വായു പ്രവാഹമുണ്ടോ, അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ, അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷി തൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ. ഇനി എൻ്റെ 2 പേഴ്സണൽ എക്സൈറ്റ്മെന്റ്സ് ആണ്. ഒന്ന് കായലിറമ്പിലെ ചാഞ്ഞ കൊമ്പിലെ പൈപ്പിൻ ചോട്ടിലെ, ഒന്ന് വെള്ളമുള്ള പാട്ടാ കണ്ണിലെ പോയത്, വെള്ളം ഇല്ലായ്മയുടെ പാട്ടാ. അതിന്റെ തുടക്കത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അതുപോലെ പുലരാൻ നേരം പാട്ടിന്റെ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്ട്രിങ് മ്യൂസിക് ഉണ്ടല്ലോ, ഈ രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാന്ന് അറിഞ്ഞ കൊള്ളാം. അത് ഹവായൻ ഗിറ്റാറിന്റെ ടോൺ ആണത്. ഹവായൻ ഗിറ്റാർ അല്ല വായിച്ചേക്കണേ. ഹവായൻ ഗിറ്റാറിന്റെ കൾച്ചറിൽ നമ്മൾ സ്ലൈഡ് ഗിറ്റാർ എന്ന് നമ്മൾ പറയും. ഗിറ്റാറിൽ നമ്മൾ ഒരു വിരലൊരു സ്റ്റീൽ ട്യൂബ് ഇട്ടിട്ട് അത് ഇത് ചെയ്ത് വായിക്കുന്നതാണ് സ്ലൈഡ് ഗിറ്റാർ എന്ന് പറയാം. ഓക്കെ, അതാണല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രിങ് സൗണ്ട്സ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ? സ്ട്രിങ് മ്യൂസിക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഗിറ്റാർ എനിക്കിഷ്ടമുള്ളത്, എനിക്ക് വായിക്കാൻ അത്ര ഇതല്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്ട്രിങ് ഗിറ്റാറിനോട് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഒരേ സമയം പെർക്യൂസീവാണ്, ഒരേ സമയം മ്യൂസിക്കലുമാണ്, പ്രത്യേകിച്ച് അക്കോസ്റ്റിക് ഗിറ്റാർ. അപ്പോൾ നമുക്ക് ഒരു ഗായകൻ അത് വായിച്ച് പാടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിന് താളവും തരും, കോഡ് വെച്ചിട്ട് അതിനെ ബാക്ക് ചെയ്യാനുള്ള നാദവും തരുന്ന ഒരു രസകരമായ ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ അതിൽ ഗിറ്റാറിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക എവല്യൂഷൻ, ഒരു ഗിറ്റാർ എന്ന് പറയുന്ന 6 സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള എവല്യൂഷൻ വളരെ വലുതാണ്. അത് പണ്ട് വായിച്ചുകൊണ്ടിരുന്ന കോഡുകളിലും ഫിംഗറിങ്ങിലും ഇൻവേർഷൻസിലും എല്ലാം പുതിയ 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 പരിപാടികൾ, പുതിയ പ്ലേയിങ് സ്റ്റൈൽ വരുന്നു, പുതിയ പല തരത്തിൽ ആർട്ടിസ്റ്റുകൾ അതിനെ പല ലെവലിലും ആക്കിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത്രയ്ക്ക് അനന്ത സാധ്യതകൾ ഒരു പക്ഷേ
മറ്റ് ഇൻസ്ട്രുമെന്റുകളിൽ ഉണ്ടാവുന്ന എനിക്ക് സംശയമുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ വായിച്ചില്ലെങ്കിലും വായിക്കാൻ അറിയില്ലെങ്കിലും ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള എല്ലാ ഒരു നോളജ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക്, പ്രത്യേകിച്ച് സിനിമയ്ക്ക് ഒരു ഇൻഡിപെൻഡന്റ് വർക്ക് പോലെയല്ല, സിനിമയിൽ കുറെ കൂടി റെസ്ട്രിക്ഷൻസും കഥ എല്ലാം ഉണ്ട്. ഓൾറെഡി നമ്മളൊരു സിറ്റുവേഷനിൽ പ്ലേസ്ഡ് ആണ്. അപ്പോൾ എത്രത്തോളം റിസർച്ച് വേണ്ടി വരും ചേട്ടാ? ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഒരു പ്രോഡക്റ്റായിട്ട് നമ്മുടെ വരാൻ എത്ര നാളത്തെ ഒരു റിസർച്ച് വേണം അതിന്? റിസർച്ച് എന്നുള്ള രീതിയിൽ ചില സിനിമകൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതിന് അപ്പുറത്തേക്ക് നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ എക്സ്പോഷറും കൺവിക്ഷൻസും അതൊക്കെയാണ് മാറ്റർ ചെയ്യുന്നത്. ലേണിംഗ് ഉറപ്പായിട്ടുമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ് പോന്നിട്ടുള്ള നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ, നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകൾ, നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സ്പേസുകൾ, നമ്മൾ ഇൻട്രാക്ട് ചെയ്ത ആളുകൾ, ഇതെല്ലാം സിനിമയെ സംബന്ധിച്ച്, സിനിമ അത്തരം ഒരു കലയാണ്, സാധാരണക്കാരൻ്റെ കലയാണ്, സാധാരണക്കാരന് ആസ്വദിക്കേണ്ട കലയാണ് അല്ലേ? അപ്പോൾ അത് ആസ്വാദനം എന്ന് പറയുന്നത് മുൻനിർത്തി മാത്രമേ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ പബ്ലിക് മാസിനെ മുൻനിർത്തിയാവണമെന്നില്ല, ഒരു അക്കാഡമിക് മൂവി അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ അതിൻ്റെ ഓഡിയൻസിനെ മുന്നിൽ കാണണം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കംപ്ലീറ്റ്ലി ഒരു മേക്കറിൻ്റെ എക്സ്പ്രഷനും ആകാം കല, സിനിമയായാലും അങ്ങനെ ആയിക്കൂടെന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അത് ആരെങ്കിലും ഒരാളെ തൃപ്തിപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ കരുതുന്നത്. ചേട്ടാ, നേരത്തെ ഞാൻ ചോദ്യം ചോദിച്ചതിന് മറുപടിയായിട്ട് വന്നപ്പോൾ ലളിതഗാനത്തിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു പരാമർശം നടത്തിയിരുന്നല്ലോ. ഇപ്പോൾ പണ്ട് തരംഗിണിയുടെ കാസറ്റ് എന്നൊക്കെ പറയുന്നത് അന്ന് അത് വിപണിയിൽ അത് സജീവമാക്കി ലളിതഗാനം വളരെ പോപ്പുലർ ആയിരിക്കുകയും ചെയ്തു. 2000കളുടെ തുടക്കം ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലളിതഗാനം എന്നുള്ളത് ആ ശാഖ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അത് എൻ്റെ ഒരു സംശയമാണ്. അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് അത് പരുവപ്പെട്ടോ? എന്താണ് ഇപ്പോൾ ആ ഒരു മേഖലയുടെ ഒരു അവസ്ഥ? ലളിതഗാനങ്ങൾ ഇപ്പം മത്സരവേദിയിൽ മാത്രമായി ഒതുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സമ്പുഷ്ടമായൊരു കലയാണ്, ശാഖയാണ് ശരിക്കും ലളിതഗാനം. ഒരു സമയത്ത് അതിന് ഒരു വളരെ സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ചില സാധനങ്ങൾ കയറിക്കൂടി എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ഏതൊരു കോമഡി ഇതിലുണ്ടല്ലോ, മറ്റേ യദുകുല കാമ്പോജി എന്ന് പറയുന്ന, ശരിക്കും എന്നെ വല്ലാതെ ആകർഷിച്ചൊരു കോമഡി ആണത് ശരിക്കും. കാരണം അത് എക്സാക്ട്ലി ഒരു സമയത്ത് അത് തന്നെയായിരുന്നു. ഈ രാധയും യദുകുല കാമ്പോജിയും ഇങ്ങനെയുള്ള ചില കട്ടി വാക്കുകളും അങ്ങനെയുള്ള, സത്യമാണ് അത് രസകരമായിട്ടത് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ അതിൽ നിന്നൊക്കെ നല്ല കവിതകളുണ്ട്, ഘനശ്യാമ സന്ധ്യാഹൃദയം, അങ്ങനെ എത്രയോ പാട്ടുകളുണ്ട്. പക്ഷെ അതിനെ ഈ ലളിതഗാനം മാറി ഗാനമായി മാറുന്ന സമയം ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അതിന് അത്തരം പാട്ടുകളാണ്, ഭയാനകമായ പാട്ടുകൾക്കാണ് സമ്മാനം കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു. രാഗമാലികകളായിട്ട് പല രാഗങ്ങളിൽ ഒരുപാട് സംഗതികളും കുറച്ച് സ്വരങ്ങളും ഒക്കെ പാടുന്ന ലളിതഗാനം എന്നുള്ള പേരിൽ. അപ്പോൾ ഇതിനെ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടൊരു സംഗീതശാഖ കൂടിയാണ് ലളിതഗാനത്തിനെ. ആ അർത്ഥത്തിൽ തന്നെ നിർത്താവുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഉള്ള TV ചാനൽസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവരത് ശ്രദ്ധിക്കുന്നുമില്ല. അതിലിപ്പോൾ സ്മൃതി തൻ ചിറകിലേറി എന്നുള്ള MJ ചന്ദ്രൻ, അല്ല അതിനേക്കാളുപരി ദേവരാജൻ മാഷിൻ്റെ പാട്ടൊക്കെ ഇല്ലേ, ഒന്നിനി ശ്രുതി താഴ്ത്തി, കോൺസെപ്ച്വലി തന്നെ ലളിതമാണ്. അത് കോൺസെപ്ച്വലി ഇതാണ്. ഇപ്പോൾ ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, ഉച്ചത്തിൽ മിടിക്കരുതെന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ, അവരാ ലിറിക്സ് അദ്ദേഹമൊക്കെ നോക്കി ചെയ്തിട്ടുള്ള ആ ഭാഗമൊക്കെ. ഉച്ചത്തിൽ മിടിക്കരുതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ. അപ്പോൾ അത്തരം കവിതകളും അത്തരം സംഗീതമൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഇനി തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. ഞാൻ തന്നെ പലപ്പോഴും പല ഇതുപോലെയുള്ള ഓൺലൈൻ മീഡിയ അങ്ങനെയുള്ളവരോടൊക്കെ പറയാറുണ്ട്, ലളിതഗാനങ്ങൾ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ നല്ല മ്യൂസീഷ്യൻസിനെ വെച്ച്, നല്ല സിംഗേഴ്സിനെ വെച്ചിട്ട് അത് ചെയ്യാവുന്നതാണ്. ഒരു വലിയ പൈസയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് ഞാൻ. എന്നോട് ഞാനും ചെയ്തു തരാം, വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാം. പക്ഷെ അത് ആളുകൾ കേൾക്കട്ടെ. അത് സമയമുള്ളവർ, സമയം ചിലപ്പോൾ ഉണ്ടാവില്ല പലർക്കും. ഇത് 5 മിനിറ്റ് ഇത് അങ്ങനെ ഒരു തുഴഞ്ഞു നീങ്ങിപ്പോകുന്ന പാട്ടുകൾ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല.
പക്ഷെ താല്പര്യമുള്ളവരുണ്ടാവും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിങ്ങനെ മൗനമായി കേൾക്കുന്ന, അതെ, പ്രോസസ് ചെയ്ത് അങ്ങനെ കേൾക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ശരത് പൂർണിമ യാമിനി. ആ പാട്ടിന്റെ ഒന്നോ രണ്ടോ പാടാൻ ശ്രമിക്കാം, കുറേ ആളായി പാടിയിട്ട്. കുഴപ്പമില്ല, ഞാൻ എന്ത് പാടിയാലും കേൾക്കാൻ റെഡിയാണ്. ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ. ശരത് പൂർണിമ യാമിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ. താങ്ക് യു സോ മച്ച്. ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ശബ്ദത്തിനുള്ള കെയർ എങ്ങനെയാണ് കൊടുക്കുന്നത്? പാട്ടുകാരോട് ചോദിച്ചാൽ നമുക്ക് ടെംപ്ലേറ്റ് ആൻസേഴ്സ് ഒക്കെ കിട്ടുക, കാരണം അവർ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണല്ലോ. മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ മ്യൂസിക് റിലേറ്റഡ് ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ശബ്ദത്തിന്റെ കെയർ എങ്ങനെയാണ് നടക്കുന്നത്? അത് വളരെ പരിമിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോൾ പ്ലേ ബാക്ക് സ്ഥിരമായി പാടുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. പക്ഷെ അല്ലാത്ത ആളുകൾ പാട്ട്, കാരണം അവർക്ക് ഒരുപാട് ജോലികൾ ഉണ്ടാവും. ഈ പാട്ട് പാടുക എന്നുള്ളതിനേക്കാൾ പാട്ട് പാടി ഏതെങ്കിലും രീതിയിൽ പാടി പാട്ടുകാരനോട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം അവർക്ക്, ചെയ്യിക്കാം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവർ കൂടുതലും അതിൻ്റെ ഇമോഷനും എക്സ്പ്രഷനെ കുറിച്ചൊക്കെ ആയിരിക്കും അവർ കൂടുതൽ കൺസേൺഡ് ആകുക. അപ്പോൾ ഇമോഷനും എക്സ്പ്രഷനും ഒക്കെ അവർ കൺസേൺഡ് ആകുന്നത് കൊണ്ട് തന്നെ ഈ ടോണൽ ക്വാളിറ്റിക്ക് അപ്പുറത്തേക്ക് ആളുകൾ ഇവരുടെ ടോണിനെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു പാട്ടുകാരൻ പാടുന്നതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് പാട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവർ. പല പാട്ടുകാരും, എല്ലാവരും അല്ലെങ്കിൽ പോലും പല പാട്ടുകാരും ഈ വരികൾ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പാടുന്നുണ്ടാവുക. എന്തൊക്കെ മലയാളമാണെന്നറിയാം, മലയാളം നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ തന്നെയാണ്, അങ്ങനെ പാടുന്നു എന്നുള്ള അതിൻ്റെ എന്താണ് ഇത് പറയുന്നതെന്നുള്ളത് പലരും അന്വേഷിക്കില്ല, ചിലർ മാത്രം അന്വേഷിക്കും. അപ്പോൾ അത്തരം അപ്പോൾ അങ്ങനെയാണെങ്കിലാണല്ലോ ഓർഗാനിക്കായിട്ടുള്ള എക്സ്പ്രഷൻ വരുള്ളൂ. ഇത് അറിയുകയാണെങ്കിൽ, അർത്ഥം അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വാക്കിനെ മാത്രം അണ്ടർലൈൻ ചെയ്ത് പോകുന്ന കാര്യമായിരിക്കും ഇവർ ചെയ്യണ്ടാവുക. ആ വാക്ക് മൗനം എന്നാണ്, മൗനം എന്ന് പറയാ മൗനമാണല്ലോ, അപ്പം അങ്ങനെ പറയണമെന്നാണ്. അപ്പം മൗനം എന്തിന്, മൗനം വാചാലമാണെന്നാണോ വരുന്നത്, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അപ്പം അർത്ഥം അറിയുക എന്ന് പറയുന്നത്, പാട്ടിൻ്റെ മൂഡ് അറിയുന്നത് മ്യൂസിക് കമ്പോസറിനാണ്. ലിറിക് റൈറ്റർ കഴിഞ്ഞാൽ സംഗീതം വെച്ച് നോക്കുകയാണെങ്കിൽ മ്യൂസിക് കമ്പോസർ. അപ്പോൾ അയാൾ പാടുമ്പോൾ എപ്പോഴും വളരെ എക്സ്പ്രസീവ് ആയിരിക്കും. അതിൻ്റെ ലിവറേജും വെയിറ്റേജും എല്ലാം കറക്റ്റ് അളവിലായിരിക്കും അയാൾ കൊടുക്കുന്നത്. നമ്മൾ പല മ്യൂസിക് കമ്പോസേഴ്സും പാടി കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് ആ വ്യത്യാസം അപ്പോഴായിരിക്കും മനസ്സിലാകുക. പാട്ടുകാർ പാടുന്നത് മോശമാണെന്നൊന്നുമല്ല, അവർ പാടുന്നത് മറ്റൊരു തരത്തിലുള്ളൊരു ഇതിലാണ് കിട്ടുന്നത്. അപ്പോൾ സൗണ്ടിനേക്കാൾ എനിക്ക് തോന്നുന്നു അവർ കൺസേൺ ഉണ്ടാകുന്നത് അതിൻ്റെ പാട്ടിൻ്റെ എസൻസ് ആയിരിക്കും. ഈ പാട്ടുകാരുടെ കാര്യം പറഞ്ഞെങ്കിൽ പെട്ടെന്ന് രണ്ടുപേരെ സ്ട്രൈക്ക് ചെയ്തു. ഒന്ന് നജീം ഇർഷാദും ഒന്ന് സൂരജ് സന്തോഷുമാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള രണ്ട് സിംഗേഴ്സ് ആണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈ ദേവി നീയെ പാട്ടിൽ തന്നെ നീ സരസ്വതി നീ രുധിരാളി റിപ്പീറ്റ് ചെയ്ത് ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നജീം അപ്പോൾ തന്നെ പിക്ക് ചെയ്യുന്നുമുണ്ടത്. ഇപ്പോൾ ഈ രണ്ട് സിംഗേഴ്സുമായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ ചേട്ടൻ. ഇവരുടെ ഒരു ഗ്രാഫിനനുസരിച്ച് അവര് അക്സെപ്റ്റഡ് ആകുന്നില്ല. അതുപോലെ മഞ്ചരി, ഗായത്രി, ഈ പറയുന്ന സിംഗേഴ്സിനോടത്തെ ചേട്ടൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് ഇവർ അർഹിക്കുന്ന ഒരു ഇതിലേക്ക് അവനിനി അതാണോ എയിം ചെയ്ത് പാട്ടിൽ നിൽക്കുന്നതെന്നൊന്നും ഒരു വ്യൂവർ എന്ന രീതിയിൽ എനിക്കറിയില്ല. എങ്കിൽ പോലും ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ എത്തേണ്ട ഒരു ഗ്രാഫിലേക്ക് അവർ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? എത്തേണ്ട ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്. ഇവരെല്ലാം പ്രതിഭകളാണ്. ഇവർ ഈ പറഞ്ഞ എല്ലാവരും തന്നെ പ്രതിഭകളാണ്. ഇവർക്കൊന്നും ലിമിറ്റേഷൻസ് ഇല്ല. പലർക്കും പാടുന്ന സ്കിൽ വൈസ് ആണെങ്കിലും ഒരു ലിമിറ്റേഷൻസും ഇല്ല.
അത് അതിനെക്കുറിച്ചൊന്നും അങ്ങനെ, കാരണം നമ്മളെ എത്തി എന്നുള്ളതാണ് അതല്ലേ, എത്തി എന്നുള്ളതാണല്ലോ വലിയ കാര്യം. ഇത്രയെങ്കിലും ഇത്രയും എത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് മറ്റ് ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളുമായൊക്കെ ബന്ധപ്പെട്ടും നമ്മുടെ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ അല്ലേ അങ്ങനെ കൂടിയാണത് ഫ്ലറിഷ് ആകുന്നത്. പിന്നെ ചില മാജിക്കൽ മൊമെൻറ്റിൽ അത് ചില കാര്യങ്ങൾ ആൾക്കാരുമായിട്ട് കണക്റ്റ് ആകും. ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കാര്യങ്ങൾ പെട്ടെന്ന് കണക്റ്റായിട്ട് ആ ചെയ്യുന്ന ആൾ പിന്നെ കുറേ വർഷങ്ങളോളം വാനോളം പുകഴ്ത്തപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് അത്ര വലിയ സംഭവമാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ചിലരങ്ങനെയല്ല, കൺസിസ്റ്റൻ്റ്ലി ചിലപ്പോൾ ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ അത് വളരെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റികൾ ആൾക്കാർക്ക് കണ്ടെത്താൻ പറ്റാത്ത പോവുകയും ചെയ്യും. സ്ഥിരം ക്വാളിറ്റിയുള്ള കാര്യമല്ലേ ചെയ്യുന്നത്, പിന്നെ ഇതിനകത്ത് എന്താ സ്പെഷ്യൽ? അങ്ങനെയും വരാം. സ്ഥിരം മോശമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സ്ഥിരമായി ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്താലും ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നത്തിങ് സ്പെഷ്യൽ എന്ന് തോന്നാൻ സ്വാഭാവികമായിട്ടും തോന്നാൻ സാധ്യതയുണ്ട് പലപ്പോഴും. എന്താണ് ഖൽബെ എന്നുള്ള KL 10 പാട്ടില് മാപ്പിളപ്പാട്ടിന്റെ റെഫറൻസ് ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതേസമയം അതിനകത്ത് ഡ്രംസും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വിജയേട്ടൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്തത്, ഈ ക്വാളിറ്റി എന്നുള്ള വേർഡ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ ഒരുപാട് കാലത്തേക്ക് സ്റ്റിക്ക് ചെയ്യാതെ നിൽക്കാനുള്ള ഒരു എഫേർട്ട് എല്ലാ പാട്ടുകളിൽ ഇടുന്നതായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ രാജമാറ്റിയാഹുല, മേഘമണി, എല്ലാവരും ചൊല്ലിച്ചിരുന്ന സലാം സലാം, ആ പോർഷനൊക്കെ പറയുന്നത് ഹുക്കിംഗ് പോർഷൻ. അപ്പോൾ ഇടുക്കിയിലെ കോറസ്, അപ്പോൾ അങ്ങനെ കോറസ് എവിടെ യൂസ് ചെയ്യണം, നമ്മൾ സ്റ്റൈലിൽ എങ്ങനെ വേരിയേഷൻസ് വരുത്തണം, ഇതിലൊക്കെ വളരെ കീനായിട്ടുള്ള ഒരു കമ്പോസറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ശ്രദ്ധ ചേട്ടൻ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഓൾ ദിസ് ഇയേഴ്സ്? 3 വർഷങ്ങളായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണല്ലോ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചില തോട്ടുകളാണ്, ചില ഇൻഡ്യൂഷൻസ് ആണ്, ചിലപ്പോൾ ചില കൂടി ഇരിക്കലിൻ്റെ ഔട്ട്കം ആയിരിക്കും. ഒരു കോറസ് അവിടെ വെച്ചാൽ നന്നായിരിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ കോറസും. ഇപ്പോൾ ആദ്യത്തെ പാട്ടിലത്തെ തിന്തകത്തെയ്തോ എന്നുള്ള വരി അത് പെട്ടെന്ന് ക്യാച്ച് ആവും. അത് ലാലുവേട്ടൻ്റെ തന്നെ സജഷനായിരുന്നു. ആ പാട്ടിൽ അങ്ങനെ ഹുക്ക് ലൈൻ ഉണ്ടെങ്കിൽ, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഹുക്ക് ലൈൻ എവിടെയും വരുന്ന വളരെ ഇതായിട്ടുള്ളൊരു ഹുക്ക് ലൈൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ചെയ്തതാണ്. ആദ്യം തൊട്ടേ അങ്ങനെ ഒരു സജഷനിലാണ് ആ പാട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ചിന്തകൾ വരുമ്പോൾ പിന്നെ എല്ലാത്തിലും കയറി കോറസ് വെക്കാനും പറ്റില്ല. ഇപ്പോൾ അല്ലേ, അകലെ ഒരു കാടിൻ്റെയിലോ നേരത്തെയുള്ള വെയിലിലോ പറ്റില്ല. അത് അങ്ങനെ പറ്റില്ല. അത് ആ ജോണറിൽ അത് പറ്റില്ല. പക്ഷെ മേഘമണി അതിന് പറ്റും, കാരണം ഒരു സൗഹൃദ സദസ്സിലാണ് അത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ പറ്റും. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നുള്ളത് പോലും ആ വരി എഴുതിയതിന് ശേഷം അത് കാറ്റ് പോലെ നമുക്ക് വരി കിട്ടുമ്പോൾ അതിനകത്ത് സംഗീതം, നേരത്തെ പറഞ്ഞല്ലോ, സംഗീതം ഉള്ള വരികളുണ്ട്, സംഗീതം അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ പോകുന്നു. ആ മലയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയിൽ ഇങ്ങനെ അടിച്ചു കയറുന്ന കാറ്റില്ല, നമ്മുടെ മുടിയൊക്കെ ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു കാറ്റ്, മലയും കാറ്റും കൂടിയുള്ള ആ ഒരു അനുഭവം അത് വരുത്തണമെന്ന് തോന്നിയതാണ്. അപ്പോൾ ഫീമെയിൽ കോറസ് അത് വരുമ്പോൾ അതിങ്ങനെ പാടി ഇങ്ങനെ വരുമ്പോൾ മെയിലിനേക്കാളും നല്ല ഉറപ്പായും ഫീമെയിലാണ് കാറ്റ് അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്ത് പാടുമ്പോൾ. പിന്നെ മെയിലാണ് പാടിപ്പോരുന്നത്. അപ്പോൾ കാറ്റിനെ അനുഭവപ്പെടുത്താൻ അവരുടെ ശബ്ദമാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഓരോ ചിന്തകൾ അവരാണ്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത്, ഇടുക്കിയിലെ കോറസ് ഫീമെയിൽ വോയിസും അല്ലെ മിടുക്കി എന്ന് പറയുന്നതും ഇടുക്കി പുകഴ്ത്തി പാടുന്നതും ഒരു മെയിൽ വോയിസും ആണല്ലോ. അപ്പോൾ അത് കോൺട്രാസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്തു എന്ന് ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നൊരു ചോദ്യം. എനിക്ക് ഓൾറെഡി ആൻസർ കിട്ടിയത് കൊണ്ട് ഞാൻ പിന്നെ അത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നില്ല. മാണിക്യച്ചിറകുള്ള പാട്ടുണ്ടല്ലോ, ജോബേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇത് അടിപൊളി പാട്ടാണല്ലോ, ഞാൻ ഉടനെ പാടിയിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അത് പാടിയത് ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് എനിക്ക് ഒട്ടരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷ്വൽസും, ഞാൻ ജീവിച്ചിരുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ കാലഘട്ടത്തിനെ പോലും എല്ലാ കാലഘട്ടത്തിലേക്കും പ്ലേസ് ചെയ്യപ്പെട്ട ഒരു പാട്ടാണ് മാണിക്യച്ചിറകുള്ള എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടിൻ്റെ അതിൻ്റെ നേരത്തെ നമ്മൾ ദേവീനിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ജനനം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആഷിക്കിൻ്റെ ഒരു ചിന്ത വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മാണിക്യച്ചിറകുള്ള ഒരു സമയത്ത് പഴയ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, ഒരു നൊസ്റ്റാൾജിക് സോങ് വേണം, അല്ലെങ്കിൽ 80കളിലെ പാട്ട് വേണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ബ്രാൻഡുണ്ട് ചില പാട്ടുകൾക്ക്. ഇപ്പോൾ അത് അല്ലാതെ ഈ സമയത്തെ ഭേദിക്കുന്ന ചില ജോണേഴ്സ് ഉണ്ട് അല്ലേ. അത്
ചില പാട്ടുകൾ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പഴയ പാട്ടാണെന്നല്ലേ. അതുകൊണ്ട് പ്രിറ്റൻഡഡ് ആയിട്ടുള്ള പഴയ പാട്ടുകൾ നമ്മൾ പുതിയ സിനിമകളിൽ ചെയ്യാറുണ്ട്. അപ്പോഴും നമ്മൾ അതേപോലെ ചെയ്യും. പക്ഷെ കാലത്തെ ഭേദിക്കുന്ന ചില പാട്ടുകളുണ്ട്, പഴയതെന്നോ പുതിയതെന്നോ അല്ലെ. വരികൾ കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല പുതിയതാണോ പഴയതാണോ. റെക്കോർഡിങ് ക്വാളിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ചില പാട്ടുകൾ. അപ്പൊ അത് അങ്ങനത്തെ ഒരു പാട്ടായിരിക്കണം കാലത്തെ. അത് മാത്രമല്ല, അതിനകത്ത് ആ കുട്ടികൾ ലേറ്റ് 70s അല്ലെങ്കിൽ ഏർലി 80s അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾ, അവര് അതിലൊരു കുട്ടിയുടെ പയ്യൻ അച്ഛൻ വിദേശത്താണ്, അയാൾ വാക്ക്മാൻ കൊണ്ടിരുന്നു. അതിൽ അബ്ബയുടെയും മറ്റും ബോണിയമ്മിന്റെ പാട്ടുകൾ ഇവർ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്ന പിള്ളേരെ മാറി മാറി എവിടെ കേൾക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ പഴയ പാട്ടാണ്. അപ്പോൾ അന്ന് ഉപയോഗിച്ചിട്ടുള്ള ഗിറ്റാറും ഡ്രമ്മുകളും ഒക്കെ അന്നും ഉണ്ടല്ലോ, റെട്രോ. അപ്പോൾ അത് യൂസ് ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം ഈ പാട്ടിൽ നമുക്ക് എടുക്കാം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ആകെ ചേഞ്ച് വന്നത് നമുക്ക് ആഷിഖ് പറഞ്ഞു അത് SP ബാലസുബ്രഹ്മണ്യത്തെ കൊണ്ട് പാടിച്ചാലോ എന്ന്. റെട്രോ സിംഗറാണല്ലോ, അപ്പോൾ അത് പാടിച്ചാലോ അങ്ങനത്തെ ഒരു പാട്ട്. പിന്നെ അദ്ദേഹം അങ്ങനത്തെ ഒരു ഗായകനാണ്, നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത്. പക്ഷെ അന്ന് എന്തുകൊണ്ടും അദ്ദേഹത്തെ ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ജോബ്, ഒരു കണ്ടംപററി സിംഗറാണ്, എപ്പോഴും സിനിമകളിൽ പാടുന്ന ഒരാളല്ല. പിന്നെ അവർ പാടുമ്പോൾ ഉണ്ടാകുന്നൊരു തുറവി, പാടുമ്പോൾ ഉള്ളൊരു പാട്ടുകാരനാണ്. അപ്പോൾ പെട്ടെന്ന് കാടയേറാൻ വാ എന്നൊക്കെ പറയുമ്പോൾ അത് തോന്നും, വിളിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അത് അങ്ങനെ ജോബിലെത്തിയത്. വേറെ ചിന്തകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല.